നമസ്കാരം. ന്യൂസ് 3ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദുരന്തങ്ങളിൽ എപ്പോഴും ഏറ്റവും മുറിവേൽക്കുന്നത് കുട്ടികൾക്കായിരിക്കും. ലോകത്തെ അന്ന് വരെ കണ്ടതുപോലെ ആകില്ല അവിടുന്ന് അങ്ങോട്ട്. ഒരുപാട് പിന്നിലേക്ക് പോകും അവർ. ആ അവസ്ഥയിൽ ആ കുഞ്ഞുങ്ങൾക്ക് തണലാകുന്ന റൈസപ്പ് ഹോമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റൈസപ്പ് ഹോം എന്ന സംഘടന ആ കുട്ടികൾക്ക് നൽകുന്നത് സത്യത്തിലൊരു രണ്ടാം ജന്മമാണ്, പുതിയ കുടുംബമാണ്. റൂഹ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റൈസപ്പ് ഹോമിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ന്യൂസ് 3യിൽ. റൈസപ്പ് ഹോം എക്സിക്യൂട്ടീവ്സായ അശ്വതിയും വൈഷ്ണവിയും ചേരുന്നു നമുക്കൊപ്പം. രണ്ടുപേർക്കും വലിയ സന്തോഷത്തോടെ സ്വാഗതം ന്യൂസ് 3യിലേക്ക്. ഞാൻ ആദ്യം വൈഷ്ണവിയിലേക്ക് പോകുന്നു. വൈഷ്ണവി, വലിയ സന്തോഷം. നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ള, നമ്മുടെ മക്കളൊക്കെ സുഖമായിരിക്കുന്നു? ഗുഡ് ആഫ്റ്റർനൂൺ അശ്വതി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, മക്കളൊക്കെ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. ഇവിടെ ഇല്ല, വൈകുന്നേരം ഒരു 4:30 ആകുമ്പോൾ എത്തും ആൾക്കാര്. ഓക്കെ, അപ്പൊ റൂഹിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം. എങ്ങനെയായിരുന്നു തുടക്കം, എങ്ങനെ മുന്നോട്ട് പോകുന്നു? വൈഷ്ണവി കേൾക്കാമോ? അശ്വതി ഓഡിബിൾ ആണോ ഞാൻ പറയുന്നത്? പറഞ്ഞോളൂ. ഓക്കെ, നമ്മള് റൈസപ്പ് ഫോറം എന്ന് പറയുന്ന സംഘടന ശരിക്കും 2018 കേരള ഫ്ലഡ്സിന്റെ ടൈമിൽ തുടങ്ങിയ ഒരു സംഘടനയാണ്. അവിടുന്ന് അങ്ങോട്ട് നമ്മള് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന മനസ്സിലാക്കി രജിസ്റ്റർ ചെയ്യും, NGO ആയിട്ട് രജിസ്റ്റർ ചെയ്യും. തുടർന്ന് 2019 ഫ്ലഡിലും ഒഡീസയിൽ ഉണ്ടായിട്ടുള്ള ഫാനി സൈക്ലോണ്, അതുപോലെ ആസാമിൽ ഉണ്ടായിട്ടുള്ള ഫ്ലഡ്, കോവിഡ് പാൻഡമിക്, ഇങ്ങനെ ഒരുപാട് ദുരന്ത അല്ലെങ്കിൽ ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ ഇടപെടുകയും ആ സിറ്റുവേഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഏതൊരു ദുരന്ത സിറ്റുവേഷനിലും അല്ലെങ്കിൽ ഏതൊരു ഡിസാസ്റ്റർ സിറ്റുവേഷനിലും ഏറ്റവും കൂടുതൽ വൾണറബിൾ ആവുന്നത് അല്ലെങ്കിൽ ബാധിക്കപ്പെടുന്നത് കുട്ടികളാണ്. അങ്ങനെ ഈ കുട്ടികളുടെ ഫ്യൂച്ചർ എന്താകും, എന്താണ് ഇവർ മുന്നോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ അന്വേഷിച്ച് പോകുമ്പോഴാണ് നമ്മൾ CCIs, അതുപോലെ ഓർഫനേജസ്, ചൈൽഡ് കെയർ ഹോംസ്, ഇങ്ങനെ പല സ്ഥാപനങ്ങളിലേക്ക് എത്തുകയും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു നമുക്ക്. പല സ്ഥാപനങ്ങൾക്കും കുട്ടികൾക്ക് അവരുടെ ബേസിക് റൈറ്റ്സ് ആയിട്ടുള്ള ഫുഡ്, അതുപോലെ ഷെൽട്ടർ, ഇങ്ങനത്തെ പല കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഒരു കുട്ടിക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട, ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഡിഗ്നിറ്റി, റെസ്പെക്ട്, അതുപോലെ ഒരു ഫാമിലി എൻവിറോൺമെന്റിലുള്ള ഗ്രോത്ത് ഒന്നും ആക്ച്വലി അവർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ. അപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മള് എങ്ങനെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിഫറെന്റ് ആയിട്ട് ഒരു ഫാമിലി എൻവിറോൺമെന്റിൽ കുട്ടികളെ വളർത്താം എന്നുള്ള ഒരു ഐഡിയ അന്വേഷിച്ചു പോവുകയും ഗ്രൂപ്പ് ഫോസ്റ്ററിംഗ് എന്ന് പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ലീഗൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തുകയും തുടർന്ന് 2022 നമ്മുടെ വീടിന് ഒരു ഫൗണ്ടേഷൻ ഇടുകയും ചെയ്തത്. ഇതാണ് റൈസപ്പിന്റെ അല്ലെങ്കിൽ റൈസപ്പ് ഹോമിന്റെ ഒരു ഇൻസെപ്ഷന്റെ ജേർണി. ഒരു വീട്ടിലേക്ക് കുട്ടികൾ വരുന്നു. അശ്വതിയോടും കൂടി ചോദിക്കാം. ഒരു വീട്ടിലേക്ക് ഒരു കുടുംബം പോലെ അവർ കഴിയുന്നു. ഒരു വീട്ടിൽ ഒരു കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ അവരുടെ അച്ഛനും അമ്മയും ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും ചെയ്തു കൊടുക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം ഒന്നും ഒരു കുറവും വരുത്താതെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം എങ്ങനെ മുന്നോട്ട് പോകുന്നു, എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അശ്വതി? ഇപ്പം നമ്മളൊരു വീട് എന്ന് പറയുന്നത് എപ്പോഴും സ്നേഹം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരു വീടിൻ്റെ ബേസിക് സാധനം എന്ന് പറയുന്നത്. പിന്നെ റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊരു യൂത്തിൻ്റെ ഒരു എന്താ പറയുക ആരംഭ ശുചിത്വമാണ് എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയത് ഒരു കുടുംബത്തിൻ്റെ അറ്റ്മോസ്ഫിയർ നമ്മളൊരു റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്, അവരെ റീപ്ലേസ് ചെയ്തുകൊണ്ടല്ല. ഇപ്പോൾ അവർക്ക് ഏത് നിമിഷം വേണമെങ്കിലും അച്ഛനും അമ്മേനും കാണാനുള്ള ഒരു സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്നേഹവും ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആകാൻ വേണ്ടിയിട്ട് ഒരു വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി എങ്ങനെയാണ് ഒരു വീട്ടിൽ വളരുക, അതുപോലെയാണ് അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പങ്കെടുക്കുന്നുണ്ട് അവർ. അതുപോലെ ഇപ്പോൾ അവർ ആദ്യമായിട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, അവർക്കൊരു ഒരു സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ഡിഗ്നിറ്റി അങ്ങനത്തെ ഒരു സാധനം നമുക്ക് തോന്നിയിരുന്നില്ല. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണല്ലോ കുട്ടികൾ വരുന്നത്, അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്ലീസിങ് സാധനം ഉണ്ടായിരുന്നു, ഒരു കുടുംബമാണ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ 2 വർഷം കഴിഞ്ഞു വീട് വന്നിട്ട്, ഇപ്പോൾ ആ തുടക്കത്തിൽ അവർ കയറി വന്ന സമയത്ത് എങ്ങനെയാണോ അതുപോലെ എല്ലാവരും ഇപ്പോൾ ഉള്ളത്. അവർക്കറിയാം നമ്മളൊരു ഫാമിലി ആണ് എന്നുള്ളത്. ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും ശരി, ആദ്യം ഒക്കെ പോകുമ്പോൾ അമ്മ എവിടെ, അച്ഛൻ എവിടെ എന്നുള്ള ചോദ്യങ്ങൾ അവരെ അലട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് അവർ മറുപടി പറയുന്നുണ്ട്. വീട് എന്ന് പറയുന്നത് ഒരു അമ്മ അച്ഛൻ എന്നുള്ള സാധനം മാത്രമല്ല, സ്നേഹമുള്ളതാണ് അവർക്ക് അറിയാം.
അപ്പോൾ ആ ഒരു മാറ്റം നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന ഒന്നാണ്, കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും. വൈഷ്ണവി പറഞ്ഞ പോലെ ഈ കുഞ്ഞുങ്ങൾ എത്ര പേരാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ, എത്ര പ്രായമുള്ളവരാണ്, അവരെന്തൊക്കെയാണ് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് അവരുടെ ഇഷ്ടങ്ങൾ, മെൻ്റലി കൂടി നമ്മൾ അവരെ ഒന്ന് റീബിൽഡ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ വിശദമായി? ഉറപ്പായിട്ടും അശ്വതി ആദ്യം ചോദിച്ചത് ഇപ്പം എത്ര മക്കളുണ്ട് ഇവിടെ എന്നുള്ളതാണ്. നമുക്ക് 2 വീടുകളാണുള്ളത്. ആദ്യം നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള വീട് തുടങ്ങി. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഐഡിയ എത്രത്തോളം കുട്ടികൾക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലും ഒരു വീട് തുടങ്ങി. 2 വീടും കൂടി ഇപ്പം 13 മക്കളുണ്ട് നമ്മുടെ കൂടെ. ഇവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ സ്വിമ്മിങ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ഏകദേശം ഒരു 6 monthsന്റെ മുകളിലായി ഇവിടുന്ന് എല്ലാവരും കൂടി നമ്മൾ ഒരുമിച്ച് സ്വിമ്മിങ്ങിന് പോകുന്നുണ്ട്. ഡാൻസ് ഇഷ്ടമുള്ളവർ ഡാൻസ് ക്ലാസ്സിൽ പോകുന്നുണ്ട്. പാട്ട് ഇഷ്ടമുള്ള ആളുകളുണ്ട്, പാട്ട് പഠിക്കുന്നുണ്ട്. സ്പോർട്സ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഇവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ആർക്കാണോ എന്ത് താല്പര്യമുള്ളത് അതിനനുസരിച്ച് ഇങ്ങനെ വളരെ രസമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ മെന്റലി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അശ്വതി പറഞ്ഞല്ലോ മുന്നേ, നമ്മളൊരു മെന്റലി ഉള്ളൊരു കാര്യത്തിൽ ഏറ്റവും ബേസിക് ആയിട്ട് കോൺഫിഡൻസിന്റെ ഒരു കാര്യമാണ്. റിയാലിറ്റി ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും അവരുടെ റിയാലിറ്റി എങ്ങനെയാണ്, എന്ത് കാര്യം ഒരാളുടെ മുന്നിൽ തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം കുട്ടികൾക്ക് ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ വളർന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ ഇടപെടലുകളുണ്ട്, എഫേർട്സും കൊണ്ട് മാറി മാറി വരുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു 2 വർഷം കൊണ്ട്. അതെ. വൈഷ്ണവി, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നമ്മളൊരു വീട് കെട്ടുക അല്ലെങ്കിൽ ഒരു വീട് പണിയുക എന്നൊക്കെ പറയുമ്പോൾ അതിന് ഫിസിക്കലി നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് അതൊക്കെ ഓക്കെ. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ മാനസികമായൊരു വീട് എന്നൊരു നിലയിലേക്ക് അവരെ എത്തിക്കണമെങ്കിൽ കുറച്ച് നല്ല എഫേർട്ടാണ്. നിങ്ങളെടുത്തൊരു എഫേർട്ട് അത് വളരെ വലുതാണ്. അതിൻ്റെ ഒരു പ്രതികരണം നേരത്തെ അശ്വതി പറഞ്ഞ പോലെ പ്രത്യേകിച്ച് യൂത്ത് ആകുമ്പോൾ ആദ്യം അതിനൊരു ആക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ട് ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു ആരംഭശൂരത്വമാണെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്ന ആ നിലയിൽ നിന്ന് നിങ്ങളിപ്പോൾ സ്റ്റേണായി ഇത്രയും അഭിമാനത്തോടെ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ നിങ്ങളെടുത്തൊരു എഫേർട്ട്, അതിനെക്കുറിച്ച് പറയാമോ? എങ്ങനെയായിരുന്നു ഇതൊന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കിയെടുത്തത്? അശ്വതി പറഞ്ഞ പോലെ നമ്മളിപ്പം ഈ ഐഡിയ തുടങ്ങിയത്, റൈസ് അപ്പ് ഹോമിന്റെ ഐഡിയ തുടങ്ങി ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ഡിഫറെന്റ് ആയിട്ട് ഒരു ഫാമിലി എൻവിറോൺമെന്റിൽ മക്കളെ വളർത്തുക, അവർക്ക് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള റിസോഴ്സസും ജീവിതവും അവരുടെ കൂടെ നിന്ന് ജീവിക്കാന്നുള്ളൊരു ഐഡിയ തുടങ്ങിയത് മുതൽ നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് ചാലഞ്ചസ്, ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു ഐഡിയയിൽ നിന്ന് അതിനെ ഒരു പ്രോസസ്സിംഗ് ആയിട്ടുള്ള ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആക്കി മാറ്റാൻ നമ്മൾ ഒരുപാട് ചാലഞ്ചസ് നേരിട്ടിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ ഒരു യൂത്ത് ആണ്, അതുകൊണ്ട് തന്നെ നമ്മളോട് നിങ്ങൾ ആവേശ കമ്മിറ്റിക്കാരാണ്, ഇപ്പൊ ഉള്ള ആവേശം ഉണ്ടാവുള്ളൂ, ഈ ഏജിലുള്ള ആവേശം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ ഇത് അതിന്റെ രീതിയിൽ അങ്ങ് പോകും. അതുപോലെ തന്നെ ഇപ്പം ജെൻഡർ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ കൂടുതലും സ്ത്രീകൾ ലീഡ് ചെയ്യുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഇപ്പൊ റൈസ് അപ്പ് ഫോറം ആയാലും റൈസ് അപ്പ് ഹോം ആയാലും. അപ്പം അതിൻ്റെതായിട്ടുള്ള ഈ ജെൻഡർ ടാഗിന്റെ കൂടെ വരുന്ന ഇൻകേപ്പബിലിറ്റി, സ്റ്റീരിയോ ടൈപ്പ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ചാലഞ്ചസ് മറികടന്ന് ഇതിന്റെ ഒക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടീം തന്നെയാണ് കേട്ടോ. ഒരു സ്ട്രോങ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് 2019 മുതൽ നമ്മൾ ഈ ഐഡിയ ഇനീഷ്യേറ്റ് ചെയ്തത് മുതൽ കൂടെയുള്ള എന്തിനും ഏതിനും കൂടെയുള്ള ഒരു ടീമിന്റെ ഒരു മെന്റൽ സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു ഐഡിയ പ്ലാൻ ചെയ്യുമ്പം എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വ്യത്യസ്തമാക്കിയിട്ട് ഇതിനൊരു വീടിന്റെ അറ്റ്മോസ്ഫിയറിൽ കൊണ്ടുവരണം, എങ്ങനെ ഒരു വീടിന്റെ അന്തരീക്ഷത്തിൽ ഇതിനെ ഈ ഐഡിയനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ തുടക്കം മുതലേ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും മക്കൾക്കുള്ള ഇൻഡിവിജ്വൽ അറ്റൻഷനും സ്പേസും ടൈമും അവർക്ക് കൊടുക്കുന്ന കെയറും ബിലോങ്ങിങ്നെസ്സും ഒക്കെ തന്നെ. അതെ. അശ്വതി, സംഘടന എന്ന് പറയുമ്പോൾ ആദ്യത്തെ ചോദ്യം, ഈ സംഘടന അതിനുള്ള ഫണ്ട് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഒരു കുഞ്ഞുങ്ങളെ നോക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചിലവുള്ള കാര്യമാണ്. അപ്പോൾ അതിനുള്ള ഫണ്ട് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നുള്ള ചോദ്യം സ്വാഭാവികമായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കുണ്ടാകും. ഒപ്പം നിങ്ങളുടെ ഒരു സംഘടനയിൽ എത്ര പേരാണ് പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് വോളണ്ടിയേഴ്സിൻ്റെ പ്രവർത്തനം? എവിടെ നിന്നൊക്കെ ഉള്ളവരുണ്ട്? അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദമായി പറയാം. നമുക്കറിയാം 2018 ഫ്ലഡിൻ്റെ ടൈമിലാണ് നമ്മൾ ഒത്തുകൂടുന്നത്. അപ്പോൾ ഇപ്പം ഇതുവരെ കേരളത്തിൽ 1000-ന് മുകളിൽ വളണ്ടിയേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ വന്നത് കോവിഡ് ടൈമിലാണ്, വൈഷ്ണവി വന്നത് ഫ്ലഡിൻ്റെ ടൈമിലാണ്. അങ്ങനെ ഓരോ ടൈമിൽ ഓരോരുത്തരുടെ സ്റ്റാറ്റസ് കണ്ടിട്ടൊക്കെയാണ്, ഞാനും സ്റ്റാറ്റസ് കണ്ടിട്ടാണ്, ഒരാളുടെ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു 1000-ഓളം വളണ്ടിയേഴ്സ് ഉണ്ട്.
അശ്വതിയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്തായിരുന്നു? നമ്മളൊരു സംഘടനയിലേക്ക് പോകുമ്പോൾ അതിന്റെ ലക്ഷ്യം, അതിലേറ്റവും ആകർഷിച്ചത് എന്തായിരുന്നു അതിലേക്ക്? ഇപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു, പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ജീവിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരു സ്റ്റാറ്റസ് കണ്ടപ്പോൾ വെറുതെ എന്താണെന്ന് അന്വേഷിച്ചതാണ്. അതിന്റെ മറുപടി കണ്ടപ്പോൾ എനിക്ക് കൊള്ളാം, ഇതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാവും എന്നുള്ളൊരു തോന്നല് വന്നു. അങ്ങനെ ജോയിൻ ചെയ്തതാണ്. അതെ. ഇതിന്റെ രസം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഫണ്ട് ഉണ്ടാക്കിയത് പറഞ്ഞില്ലേ, നമ്മൾ ഈ വീട് വാങ്ങാൻ തന്നെ നമ്മൾ ഫണ്ട് ഉണ്ടാക്കുന്നത് ഒരുപാട് സ്ക്രാപ്പ് ചലഞ്ച് ചെയ്തിട്ട്, കുടുക്ക ചലഞ്ച് ചെയ്തിട്ട് ഭയങ്കര രസമായിരുന്നു അത്. ഇപ്പൊ നമ്മൾ വീട്ടിൽ ചിലപ്പോ ഈ പൂരത്തിനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി ഫണ്ട് ഉണ്ടാക്കുമല്ലോ, അതുപോലെയാണ് നമ്മൾ കുടുക്ക ചലഞ്ചൊക്കെ ചെയ്തിട്ട് ഫണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് പിന്നെ ക്രൗഡ് ഫണ്ടിങ് ചെയ്തിട്ടുണ്ട് നമ്മൾ. പിന്നെ നമുക്ക് സ്പോൺസേഴ്സ് ഉണ്ട്. അതിപ്പോൾ നമുക്കറിയാം, ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു സിമ്പതി കലർന്നൊരു, ഞാൻ അങ്ങനെ മോശമായിട്ട് പറയല്ല, പക്ഷേ ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എപ്പോഴും വേറെ ആരുടെയെങ്കിലും ആഘോഷങ്ങളുടെ ഭാഗമാവാണ് എപ്പോഴും അവർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് സ്പോൺസേഴ്സ് ഉണ്ട്, പക്ഷെ അതൊരിക്കലും ഇങ്ങനെ ഒരു സിമ്പതി ബേസ്ഡ് വന്ന സ്പോൺസേഴ്സ് അല്ല. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും, ഇപ്പോൾ എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട് വഴി, അങ്ങനെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ് നമ്മുടെ സ്പോൺസേഴ്സ് വരുന്നത്. നല്ല അത്യാവശ്യം എന്നും അവർ ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. നമ്മൾ വൺ ടൈം ആയിട്ട് ഫോട്ടോസ് അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ആണ്. ഓക്കെ, വലിയ സന്തോഷം. വൈഷ്ണവി, അപ്പോൾ അടുത്ത ചോദ്യം ഇതായിരിക്കും. ഇങ്ങനെ ഒരു സംഘടന പ്രവർത്തിക്കണമെങ്കിൽ നിയമപരമായ കുറേ അധികം ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ഒരു വശം നിങ്ങൾ എങ്ങനെയാണ് ക്ലിയർ ചെയ്തത്? സർക്കാർ എങ്ങനെയാണ് നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്? ഓക്കെ, അശ്വതി പറഞ്ഞ മാതിരി നമ്മൾ തുടങ്ങിയ സമയം മുതൽ നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ലീഗൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് നേരിട്ട് ഇട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം ചെയ്തത് വീടിന് ഫൗണ്ടേഷൻ ഇടുകയാണ് ചെയ്തത്. വീടിന് ഫൗണ്ടേഷൻ ഇട്ട് നമ്മളെ തന്നെ ഫിറ്റ് ഫെസിലിറ്റി, നമ്മൾ ഫിറ്റ് ആയിട്ട് നമ്മുടെ ഈ വീടിനെ ഫിറ്റ് ഫെസിലിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് CWC, DCPU എന്നിങ്ങനെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് വഴി ഒരു പ്രോപ്പർ ചാനലായിട്ട് തന്നെയാണ് നമ്മളിത് ഫംഗ്ഷൻ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇപ്പം സ്റ്റേറ്റ് തൊട്ട് WCD ഡിപ്പാർട്ട്മെന്റ് തൊട്ട് അവിടുന്ന് അങ്ങോട്ട് ഓരോ ഡിസ്ട്രിക്റ്റിലും സ്പെസിഫിക് ആയിട്ടുള്ള ചൈൽഡ് കെയർ കമ്മിറ്റികളും ഡിസ്ട്രിക്ട് ചൈൽഡ് സെൽ പ്രൊട്ടക്ഷൻ യൂണിറ്റുകളും വഴിയാണ് ഇതിന്റെ ഒരു സിസ്റ്റം പോകുന്നത്. ഇപ്പം അതോറിറ്റീസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഉണ്ടായിരുന്ന, ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഗ്രൂപ്പ് ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ തന്നെ ഒരു പുതിയതായിട്ടുള്ള, കംപ്ലീറ്റ്ലി ഒരു ന്യൂ ആയിട്ടുള്ള, ആരും അങ്ങനെ ആരും ചെയ്യാത്ത, ഇപ്പൊ ഒരു പക്ഷേ കേരളത്തിലും ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി വെരി ഫസ്റ്റ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ഐഡിയ ആണ്. അപ്പം ഈ ഐഡിയ സ്വാഭാവികമായിട്ടും പരിചയമില്ലാത്തതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതോറിറ്റീസിന് ഉൾപ്പെടെയുള്ള വളരെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് സപ്പോർട്ടിലുള്ള ആളുകളും ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഇതെന്താണ് ഐഡിയ, ഇതിനെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിലൊക്കെ കുറച്ച് ക്ലാരിറ്റി കുറവും കൺഫ്യൂഷൻസും ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പൊ നിലവിലാണെന്നുണ്ടെങ്കിലും നമുക്കിപ്പം ഈ ഗ്രൂപ്പ് ഫോസ്റ്റർ കെയർ എന്ന് പറയുന്ന ഒരു ഐഡിയക്ക്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോസ്റ്റർ കെയർ എന്ന് പറയുന്ന നോൺ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഐഡിയക്ക് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസും അല്ലെങ്കിൽ ഒരു പ്രോട്ടോകോൾസും ഒക്കെയാണ്. അപ്പം ഇതൊന്നും ഒരു പ്രോപ്പർലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഐഡിയ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് നമ്മൾ ബേസിക്കലി ഏറ്റവും കൂടുതൽ ഇപ്പൊ അതോറിറ്റീസിന്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും നമുക്ക് അവരോടുള്ള ഇന്ററാക്ഷൻസിലാണെങ്കിലും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈഷ്ണവി ഇപ്പോൾ എന്തായാലും കുഞ്ഞുങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്, അല്ലേ? അതെ അതെ. ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാമോ? നമ്മൾ അവിടെ ആരൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ടാവുക? അവരുടെ പാരൻസും ഒക്കെ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഒരു പാരന്റ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയും? എങ്ങനെയാണ് ആ ഒരു വീടിന്റെ ഒരു അന്തരീക്ഷം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? ഉറപ്പായിട്ട് അശ്വതി. ഈ വീടിന്റെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പം നമ്മൾ ഈ ഗ്രൂപ്പ് ഫസ്റ്റ് കെയറിന്റെ ഐഡിയ തുടങ്ങുന്ന സമയത്ത് ലീഗലി പറഞ്ഞിട്ടുള്ളത് 8 കുട്ടികളും 8 കുട്ടികൾക്ക് ഒരു കെയർ ടേക്കർ അല്ലെങ്കിൽ ഒരു കെയർ ഗിവർ എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മൾ പിന്നീട് അതിങ്ങനെ കേട്ട സമയത്ത് നമ്മളും ആലോചിച്ചു, 8 കുട്ടികളും 8 കുട്ടികൾക്ക് ഒരു കെയർ ഗിവർ എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്വഭാവത്തിലേക്ക് അത് പോവില്ലേ എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കെയർ ഗിവർ അല്ലെങ്കിൽ 8 കുട്ടികളുടെ കൂടെ ഒരാളെന്നുള്ള രീതിയിൽ നിന്ന് മാറി 3 റെസ്പോൺസിബിൾ ആയിട്ടുള്ള അഡൾട്ട്സിനെ നമ്മൾ കുട്ടികളുടെ കൂടെ, കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷനും അവർക്ക് ടൈമും സ്പേസും സ്നേഹവും ഒക്കെ കൊടുക്കാൻ കംപ്ലീറ്റ്ലി ഡേ ടു നൈറ്റ് അവരുടെ കൂടെ നിർത്തണം, അല്ലെങ്കിൽ ഡേ ടു നൈറ്റ് അവരുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള ഐഡിയയിലേക്ക് നമ്മൾ എത്തിയത്. അപ്പൊ നമ്മുടെ കൂടെ ഞാനിപ്പം പേഴ്സണലി നിൽക്കുന്നത് ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള മലപ്പുറത്തുള്ള
വീട്ടിലാണ്. അപ്പൊ എന്റെ കൂടെ ഹർഷിത എന്ന് പറയുന്ന ഒരാളുണ്ട്. ആളിങ്ങനെ ഫ്രീലാൻസിങ് ആണ്. ആൾക്കൊരു ഷോപ്പ് ഇതുണ്ട്, ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട്. ഞാൻ പേഴ്സണലി ബിഎഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അമ്മയുണ്ട് ഇവിടെ. അമ്മയാണ് ഫുൾ ടൈം മക്കളുടെ കൂടെ അധികം ഉണ്ടാവാറുള്ളത് റെഗുലർ ബേസിസിൽ. അപ്പൊ അമ്മയ്ക്കും ഇവിടെ ഒരു കുഞ്ഞി സ്റ്റിച്ചിങ് യൂണിറ്റും അമ്മേൻ്റെതായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട്, ഒരു ബ്രാൻഡും ഉണ്ട്. പിന്നെ നമ്മൾ കോഴിക്കോട് വീട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് നമുക്ക് അവിടെ ഒരു അമ്മയുണ്ട്, ടീച്ചറായിരുന്നു ആള്. ഒരു പ്രാക്ടീസിങ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഉണ്ട്, രേവതി എന്ന് പേരുള്ള. പിന്നെ ജസ്ന എന്നെ പോലെ തന്നെ ബിഎഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകള് ഇതാണ്. പിന്നീട് അശ്വതി ചോദിച്ചൊരു ചോദ്യം, കുട്ടികളുടെ പേരൻസ് നമ്മുടെ കൂടെ ഉണ്ടോ എന്നുള്ളതാണ്. കുട്ടികളുടെ പേരൻസ് നമ്മുടെ കൂടെ ഫിസിക്കലി ഇല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ് മക്കളുടെ പേരൻസ്. ഇപ്പൊ ഇവിടെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും മക്കൾക്ക് മക്കളുടെ ബയോളജിക്കൽ പേരൻസ് ആയിട്ട് കുറച്ച് ട്രബിൾഡ് റിലേഷൻഷിപ്പ് ഉള്ള കുട്ടികൾ ഉണ്ടായിരുന്നു. അതുപോലെ അത്രത്തോളം ഹാപ്പനിങ് റിലേഷൻഷിപ്സ് അല്ലാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഐഡിയ മുന്നോട്ട് വെച്ച ആദ്യ ദിവസം മുതൽ, അല്ലെങ്കിൽ ആദ്യ ഇനീഷ്യൽ ഫേസ് മുതൽ നമ്മൾ മേക്ക് ഷുവർ ചെയ്തൊരു കാര്യം, നമ്മുടെ ഈ ഒരു ഇക്കോസിസ്റ്റത്തില് കുട്ടികളുടെ പേരൻസും ബയോളജിക്കൽ പേരൻസും ഇൻവോൾവ് ആയിരിക്കും. അങ്ങനെ നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് നമ്മുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇടപെടലും ഉണ്ട്. കുട്ടികളുടെ ബയോളജിക്കൽ പേരൻസ് ആയിട്ട് കുട്ടികൾക്കുള്ള റിലേഷൻഷിപ്പ് വളരെ രസമായിട്ട് മുന്നോട്ട് പോകണം. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അവർ കാണാനൊക്കെ വരും. അല്ലാതെ ഫിസിക്കലി ഇവിടെ ഫിസിക്കലി നമ്മുടെ കൂടെ പ്രസന്റ് അല്ല, പക്ഷെ ഇന്ററാക്ഷൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഫിസിക്കലി ഇവിടെ ഞാൻ ഈ പറഞ്ഞ ആളുകളാണ് മക്കളുടെ കൂടെ എപ്പോഴും ഉണ്ടാവാറുള്ളത്. ഓക്കെ. അശ്വതി തിരുവനന്തപുരത്താണോ ഉള്ളത്? അപ്പൊ അശ്വതി ഇപ്പോൾ അതിന്റെ ഭാഗമാകുന്നു പറയുമ്പോൾ നിങ്ങളുടെ പ്രവർത്തന രീതിയൊക്കെ എങ്ങനെയായിരിക്കും? മലപ്പുറത്ത് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക്, മക്കളുടെ അടുത്തേക്ക് പോവാറുണ്ടോ? പോവാറുണ്ട്. അതെങ്ങനെയാണ്? ആഴ്ചയിലാണോ, മാസത്തിലാണോ, അല്ലെങ്കിൽ അവരെ പോയി കാണുന്നത്, അവരുടെ കൂടെയുള്ള സമയം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എനിക്ക് ലീവ് കിട്ടുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോകാറുള്ളത്. അപ്പോൾ അശ്വതി എന്താ ചെയ്യുന്നത് ഇവിടെ? ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തോണ്ട്. ഓ, ശരി ശരി ശരി. അപ്പോൾ അതിന്റെ സമയം ബാക്കിയുള്ള സമയത്ത് ബാക്കി മൊത്തം കുഞ്ഞുങ്ങളുടെ കൂടെ ഇങ്ങനൊരു ഇതിലേക്ക് ഇറങ്ങുമ്പോൾ, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഫാമിലി എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അശ്വതി? ഫാമിലിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇല്ല. ബേസിക്കലി സിവിൽ സർവീസ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് തന്നെ ഒരു നമ്മുടെ വീട് എന്നുള്ളൊരു സങ്കല്പത്തിൽ നിന്ന് സൊസൈറ്റിയിലോട്ട് കുറച്ചുകൂടെ ഇടപഴകാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഇതുപോലൊരു കമ്മിറ്റ്മെന്റ് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കും എന്നുള്ളൊരു ഉറപ്പിലാണ്. പിന്നെ കുട്ടികൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം, വളർന്നു വരുന്നൊരു തലമുറയാണ്, നാളത്തെ ഒരു വാഗ്ദാനമാണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഇന്ന് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, കുട്ടികളുടെ ബാല്യം സുരക്ഷിതമായിട്ട് തന്നെ പല പ്രശ്നങ്ങളും ഒഴിവായി കിട്ടും. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ ചെല്ലുന്നു, ഇടപഴകുന്നു, നമ്മുടെ ചെറിയ ചെറിയ ഇൻട്രാക്ഷൻസിൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നു. കുട്ടികളാണെങ്കിൽ തന്നെ നമ്മുടെ കോൺവെർസേഷനിൽ നിന്ന് അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്നവരാണെങ്കിലും ശരി, ഇടയ്ക്ക് ചെല്ലുന്നവരാണെങ്കിലും ശരി, ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണ്, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും രസമായിട്ടുള്ള കാര്യം, അവർ സ്കൂളിൽ ചെന്നിട്ട് അവർ ഫ്രണ്ട്സിനെ അത് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ, ഇന്ന് എന്താ സ്കൂളുണ്ടായി ചോദിക്കുമ്പോൾ, ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഗുഡ് ടച്ച് എന്താന്ന് പറഞ്ഞു കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പാടത്തേക്ക് കളിക്കാൻ പോകും, ഫുട്ബോൾ കളിക്കാൻ പോകും. അക്കാഡമിക്കലി അവർക്ക് ട്യൂഷനൊക്കെ കൊടുക്കാറുണ്ട്. ട്യൂഷൻ എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ വളണ്ടിയേഴ്സ് ഉണ്ടല്ലോ, 1000ഓളം വളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് ഓരോരുത്തർക്കും ട്യൂഷൻ എടുക്കുന്നുണ്ട്. അവിടെ ഫിസിക്കലി പ്രസന്റ് അല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ 1000ഓളം വളണ്ടിയേഴ്സും റൂഹിന്റെ ഭാഗം തന്നെയാണ്. അവർ വിശേഷങ്ങൾ അന്വേഷിക്കാറുണ്ട്, വീഡിയോ കോൾ ചെയ്യാറുണ്ട്. ടൈം ലിമിറ്റ് ഉണ്ട്, 4 to 6 ആണ് നമ്മൾ പുറത്തുനിന്നുള്ള ആളുകൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടൈമിൽ അവർ വരാറുണ്ട്, ഞാനും ഇതുപോലെ പോവാറുണ്ട്. രസമാണ്. വൈഷ്ണവി, അപ്പോൾ ഈ കെയർ ടേക്കറിന്റെ കാര്യം പറഞ്ഞപ്പോൾ, അങ്ങനെ ഇപ്പോൾ വൈഷ്ണവി അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്, സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ചോദ്യം, അവർക്കൊരു ഫാമിലി ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന കെയർ ടേക്കർക്ക് ഒരു ഫാമിലി ഉണ്ടാകുമ്പോൾ അതെങ്ങനെ റൂഹിനെ ബാധിക്കും എന്നൊരു ചോദ്യം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാകും. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അയ്യോ അശ്വതി, ഈ ചോദ്യം നമ്മൾ ഈ ഐഡിയ തുടങ്ങിയത് മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആളുകൾ. നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു കുടുംബം ഉണ്ടാവുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ എന്താവും കാര്യങ്ങൾ, ഇവിടെ നിൽക്കാൻ പറ്റും എന്നുള്ള ചോദ്യം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഞാനൊരു പക്ഷെ ഒരു സ്ത്രീ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം ഈ ചോദ്യം റിപ്പീറ്റഡ്ലി ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഒരു പക്ഷെ ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു ചോദ്യം ഒന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ നമ്മൾ ശരിക്കും ഈ കല്യാണം അല്ലേ, ഈ കല്യാണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ ഐഡിയ ഒക്കെ കുറെ മാറിയിട്ടുണ്ട്. ഇപ്പം കല്യാണം കഴിച്ചു പോയി വേറൊരാളുടെ വീട്ടിൽ പോയി നിൽക്കുക, ആ ഐഡിയ എന്നൊക്കെ
ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് മാത്രമല്ല, നമ്മൾ ഒരാളുടെ കൂടെ ഒരു പാർട്ട്ണർഷിപ്പിലാവുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് വ്യക്തികളുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ടാവും. ആ സ്പേസ് വളരെ റെലവെന്റും ആയിരിക്കും. അത് മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ കൂടെ നിൽക്കാതിരിക്കുക അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ ഉണ്ടാവാതിരിക്കുക എന്നതൊരു ചോയ്സേ അല്ല. ഞങ്ങളൊക്കെ വളരെയധികം ഇതിന്റെ മുകളിൽ ഇരുന്ന് മനസ്സിലാക്കി ജീവിതം കംപ്ലീറ്റ്ലി നമ്മൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ച് നമ്മുടേതായിട്ടുള്ള ഒരു ചോയ്സ് തന്നെയാണ് ശരിക്കും ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ അതാണ്. അപ്പൊ അതിന് അങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ. അങ്ങനെയാണ് വൈഷ്ണവി പറഞ്ഞു വെച്ചത്. വേറെ ചെറിയൊരു കാര്യം ആഡ് ചെയ്യാൻ വേറെ ചെറിയ കാര്യം ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഈ ഒരു എൻറ്റയർ സിസ്റ്റം ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, ഒരു ഇക്കോ സിസ്റ്റം ആണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ റൈസപ്പ് ഹോമിന്റെ ഐഡിയനെ ചുറ്റിപ്പറ്റി. ഈ ഒരു സിസ്റ്റം ഒരിക്കലും ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ എന്തെങ്കിലും ഒരു പേഴ്സണൽ കാരണം കൊണ്ട് മാറി നിൽക്കണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, നമുക്കറിയാം നമ്മുടെ കൺസിസ്റ്റൻസി എന്താണ്, പക്ഷെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇല്ലാതാവുന്ന അല്ലെങ്കിൽ തകർന്നു പോകുന്ന ഒരു സിസ്റ്റം അല്ല. വി ഹാവ് ബിൽഡ് ഇറ്റ് വെരി സ്ട്രോങ്, ഒരുപാട് ആൾക്കാരുടെ ഇൻവോൾവ്മെന്റോട് കൂടി. തീർച്ചയായിട്ടും എനിക്ക് ചോദിക്കാനുള്ളത് വൈഷ്ണവിയോടും അശ്വതിയോടും ചോദിക്കാനുണ്ട്. ഞാൻ ആദ്യം അശ്വതിയോട് ചോദിക്കാം. അശ്വതി, ഏറ്റവും മനോഹരമായ നിമിഷം ഈ കുഞ്ഞുങ്ങൾക്കൊപ്പമുള്ള, അല്ലെങ്കിൽ അവരിൽ നിന്ന് നേരത്തെ പറഞ്ഞല്ലോ കുറെ പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, കണ്ടു പഠിച്ചു, അവരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും, നമ്മളിൽ നിന്ന് അവർ പഠിക്കും. അങ്ങനെ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം അതെന്തായിരിക്കും? ഇതിൽ ആദ്യം പറയുകയാണെങ്കിൽ റൂഹിലുള്ള എല്ലാ നിമിഷവും നമുക്ക് സന്തോഷമാണ്. അതിപ്പോ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുമ്പോഴാണെങ്കിലും ശരി. പിന്നെ ഏറ്റവും രസമുള്ള സമയം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിന് നമ്മുടെ എല്ലാരും കൂടി വരുമോ? എങ്ങനെയാണ്? ഒരു സ്ഥലത്തായിരിക്കോ ഇത് വെക്കുന്നത്? ഇപ്പൊ നമ്മള് ദീപാവലി, ഓണം അങ്ങനത്തെ ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ വളണ്ടിയേഴ്സ് കുറച്ച് പേര് ജോയിൻ ആവാറുണ്ട്. പിന്നെ ഇടയ്ക്ക് പുറത്ത് കറങ്ങാൻ പോവും, സിനിമയ്ക്ക് പോവും, അങ്ങനെ. പക്ഷെ വീട്ടിലുള്ള സമയം തന്നെയാണ് ഏറ്റവും രസം. ഇപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ കളിക്കാൻ പോകുന്നതാണ് ഏറ്റവും. ഇപ്പം ഞാൻ ഇടയ്ക്ക് ചെല്ലുമ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ കളിക്കാൻ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ വീട് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ഡൊമസ്റ്റിക് ഏരിയയിലാണ്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ പാടത്തേക്ക് കളിക്കാൻ പോകുമ്പോൾ അടുത്തുള്ള കുട്ടികളുണ്ടായിരിക്കും. അവിടെ ജെൻഡർ ഇല്ല, ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സഡ് ആയിരിക്കും. അപ്പോൾ ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും. അതിലിപ്പോൾ ഇപ്പം എൻ്റെ പ്രായം തൊട്ട് കുഞ്ഞു പിള്ളേർ വരെ ഉണ്ടായിരിക്കും. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ സമയം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. നമുക്ക് മാനസികമായിട്ട് നമ്മളും സന്തോഷത്തിലായിരിക്കും, അവരും സന്തോഷത്തിലായിരിക്കും. നമ്മൾ ഭയങ്കരമായിട്ട് റിഫ്രഷ് ആകും അല്ലേ കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ. വൈഷ്ണവി, ഈ ജെൻഡറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉള്ളൊരു ചോദ്യം അതിൻ്റെ ഇടയ്ക്ക് വരുന്നത്, ജെൻഡർ മിക്സ്ഡ് ആയിട്ടാണ് നിങ്ങൾ അവിടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഇഷ്യൂ ആയിട്ട് വരാനുള്ള അല്ലെങ്കിൽ റേസ് ആകാനുള്ള ഒരു സാധ്യതയൊക്കെ എത്രത്തോളം ഉണ്ട്? അശ്വതി ഇപ്പം ചോദിച്ച ചോദ്യം ജെൻഡർ, അതിപ്പോ നമ്മൾ ഈ ഐഡിയ മുന്നോട്ട് വെക്കുന്ന കാലം മുതൽ നമുക്ക് അങ്ങനെ ഒരു ജെൻഡർ മിക്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാ ജെൻഡറിനെയും ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള ഒരു ഹോം, ഒരു വീട് ഡെവലപ്പ് ചെയ്യണം തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷെ നമുക്കത് വളരെ റീസെന്റ് ആണ് അത് നമുക്ക് സാധ്യമായിട്ടുള്ളത്. അത് നമ്മൾ ആക്ച്വലി ഒരു ചാലഞ്ച് ആയിട്ട് നമ്മൾ ഇതുവരെ അതൊരു ചാലഞ്ച് ആയിട്ട് കാണുന്നില്ല. ഈ പറഞ്ഞ മാതിരി നമ്മളിപ്പോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ വളരെ റെയർ ആണ്, ഒരു പക്ഷെ ഇല്ല എന്ന് തന്നെ പറയാം, ഇങ്ങനെ ഒരു ജെൻഡർ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ്. ഒരു പക്ഷെ അതില്ലാത്തത് ഈ പറഞ്ഞ മാതിരി അവരുടെ അഡോളസെന്റ് ഏജിൽ പോസിബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ഇന്ററാക്ഷൻസ്, ഇങ്ങനെ പല പോസിബിലിറ്റീസ് കൊണ്ടായിരിക്കും അത് അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാത്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഏതൊരു അല്ലെങ്കിൽ അതിന്റെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആകുമ്പം ഒരു പക്ഷെ ഒരു ആൺകുട്ടീനെയും പെൺകുട്ടീനെയും നമുക്ക് ഒരുമിച്ച് നിർത്തി കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ശ്രദ്ധ, കംപ്ലീറ്റ് ശ്രദ്ധ, അല്ലെങ്കിൽ 15-20 കുട്ടികളുള്ള ഒരു സ്ഥാപനത്തില് ശ്രദ്ധ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റണമെന്നില്ല. ആ ശ്രദ്ധ ഇല്ലായ്മയുടെ അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്തതിന്റെ കാരണമായിട്ട് ചിലപ്പം ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഏതൊരു വീട്ടിലും ഒരാൺകുട്ടിയും പെൺകുട്ടിയും വളർന്നു വരുന്ന ഏതൊരു വീട്ടിലും എന്താ പറയാ, ഒരു പേരന്റ് ഇൻവോൾവ് ചെയ്ത് അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗാർഡിയൻ ഇൻവോൾവ് ചെയ്ത് അവർക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് കൊടുക്കും. എന്ത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്, എന്ത് അപ്രോപ്രിയേറ്റ് ആണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ വളർന്നു വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മക്കൾ ഇവിടെ വന്ന ആദ്യ ദിവസം മുതൽ നമ്മുടെ ആ ഒരു രീതിയിലുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, പശു നേരത്തെ പറഞ്ഞു, കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സോഷ്യൽ ഇമോഷണൽ ലേണിംഗ്, അതിന്റെ കൂടെ തന്നെ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ, എല്ലാ കാര്യങ്ങളും കൂടി പല സമയങ്ങളിലായിട്ട് ഞങ്ങളുടേതായിട്ടുള്ള മൊമെന്റ്സിൽ ഞങ്ങൾ ഇൻകൾക്കേറ്റ് ചെയ്ത് കുട്ടികളിലേക്ക് എത്തിച്ചിട്ടാണ് ഞങ്ങൾ ഇവരെ വളർത്തുന്നത്. അപ്പം ഇതിന്റെ ഒരു ചാലഞ്ച് ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികള്, ഞാൻ പറഞ്ഞല്ലോ 8 കുട്ടികളാണ് നമ്മുടെ ഇവിടെ വീട്ടില്, ഒരു കുഞ്ഞാണുള്ളത്, ആൺകുട്ടിയാണുള്ളത്. അവന്റെ എണ്ണം ഒരാളായതുകൊണ്ട് തന്നെ നമുക്കത് ആക്ച്വലി ഒരു വലിയ ചാലഞ്ച് ആയിട്ട് വരുന്നില്ല. അത് വളരെ നാച്ചുറൽ ആയിട്ട് ഒരു വീട്ടിൽ സംഭവിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ നടന്നു പോവാണ്. ശരിയാണ് അതല്ലേ? നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പോൾ ചേട്ടൻ, അനിയത്തി,
അങ്ങനെ നമ്മൾ വിചാരിക്കില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അവരെങ്ങനെയാണ് ഒരു വീട്ടിൽ ഒരുമിച്ച് ജീവിക്കുക എന്നൊരു തോന്നൽ ശരിക്കും അവിടെ വരേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ പ്രശ്നമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. വൈഷ്ണവി, നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം, ഏറ്റവും മനോഹരമായ ഒരു നിമിഷം ചോദിച്ചാൽ എന്തായിരിക്കും കുഞ്ഞുങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പഠിച്ചത്? അശ്വതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഡേ ടു നൈറ്റ് ബേസിസിൽ ഇങ്ങനെ നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, എന്ത് എടുത്ത് പറയണം എന്നുള്ളത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എടുത്ത് പറയത്തക്ക ഒരു, ഈ പറഞ്ഞ മാതിരി അവരുടെ എഡ്യൂക്കേഷനിലാണെന്നുണ്ടെങ്കിലും അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആസ്പെക്ട്സിൽ, അവരുടെ ആളുകളോട് പെരുമാറുന്ന രീതിയിൽ, അവരുടെ തന്നെ കോൺഫിഡൻസ്, ഈ കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഈ 2 വർഷം കൊണ്ട്. ഒന്നും പഠിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ ഒന്നും വായിക്കാൻ അറിയാത്ത കുട്ടീനെ ഞങ്ങള് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടപെട്ടുകൊണ്ട് കുഞ്ഞിപ്പോ വായിച്ചു തുടങ്ങുന്ന ഒരു സ്റ്റേറ്റ് വരെ എത്തിയിട്ട്, ഇതൊക്കെ വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്. പക്ഷെ അവരുടെ കൂടെ കണ്ടിന്യൂസ്ലി നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയില് എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഓർഗനൈസേഷൻ റിലീഫ് ആക്ടിവിറ്റീസ്, കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള സപ്ലൈസ് കുറച്ച് ട്രൈബൽ വില്ലേജസിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു ലാൻഡ് സ്ലൈഡിന്റെ ഭാഗമായിട്ട്. അങ്ങനെ ആ സമയത്ത് നമ്മൾ ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നുകൊണ്ടാണ് ഇവിടുന്ന് ഇങ്ങനെ ആൾക്കാരെ വിളിക്കുന്നതും ഈ എസെൻഷ്യൽ നീഡ്സ് പറയുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ. അപ്പൊ വളരെ റാൻഡം ആയിട്ട് മക്കൾ വന്നിട്ട് അവർക്ക്, നമ്മളിവിടെ വന്ന സമയത്ത് അവർക്ക് ഒരു കുടുക്ക വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. 3 പേർക്ക് 3 കുടുക്ക വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വളരെ റാൻഡം ആയിട്ട് അവര് വന്നിട്ട് ഇതാ ഞങ്ങൾക്കും കൊടുക്കണം അങ്ങോട്ടേക്ക് പൈസ എന്ന് പറഞ്ഞിട്ട് അവര് കൊണ്ട് തരിക ചെയ്തത്. അവിടെ നമ്മുടെ ഒരു ഇന്ററാക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അവര് ജസ്റ്റ് നമ്മൾ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ആ ഒരു മൊമെന്റിലാണ് ശരിക്കും അവരുടെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയില് എത്രത്തോളം നമുക്കറിയാം. അപ്പം അവരുടെ വളർന്നു വന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവർ റിസീവ് ചെയ്തൊരു കാര്യമുള്ളൂ. അവർക്ക് ഇപ്പൊ സ്പോൺസേഴ്സിന്റെ കയ്യിലാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും അവരെപ്പോഴും റിസീവ് ചെയ്ത് അങ്ങനെ ഒരു ശീലമാണ്. പക്ഷെ അവിടെ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് അവരുടെ ഒരു റെസ്പെക്ട് ഫാക്ടറിന്റെ ട്രജക്ടറി തന്നെ മാറി ശരിക്കും അവരുടെ കയ്യിലുള്ള ഒരു സാധനം വേറൊരാൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മക്കളിൽ വന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പം ഏറ്റവും രസകരമായിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ട് തോന്നുന്നത്. പിന്നെ ഇങ്ങനെ മക്കള് വന്ന സമയത്ത്, ആൺകുട്ടികൾ വന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ആൺകുട്ടികൾ വന്ന സമയത്ത് അവരുടെ ഇടയിൽ തന്നെ അവർ എക്സിബിറ്റ് ചെയ്യുന്ന ജെൻഡർ റോൾസ്, അവർ പഠിച്ചു വന്നിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. നമ്മൾ ഈ തിയറിയിലൊക്കെ പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ അവരിവിടുന്ന് ആക്ച്വലി പ്രാക്ടീസ് ചെയ്ത് കാണുമ്പം അതൊക്കെ ഭയങ്കര രസമുള്ള ഒരു മൊമെന്റ്സ് ആണ് ശരിക്കും. ശരി അശ്വതി, മറ്റ് പ്രവർത്തനങ്ങൾ നിങ്ങളുടെ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ പല പല പ്രവർത്തനങ്ങളുണ്ട് നിങ്ങൾക്ക്, അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദമായിട്ട് പറയാം. നിങ്ങൾ എങ്ങനെയാണ് ഈ യൂത്ത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഈ നിങ്ങളുടെ ആരംഭശൂരത്വമാണെന്നൊക്കെ പറഞ്ഞവർ കാണേണ്ട ദൃശ്യങ്ങളാണ് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇടപെടൽ ഏതൊക്കെ മേഖലകളിലാണ് എന്നുള്ളത് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? നമ്മൾ പരിസ്ഥിതി സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ നമ്മൾ മിയാവാക്കി പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാലക്കാട് ജില്ലയിൽ. പിന്നെ പഞ്ചമി എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റ്, അത് നമ്മൾ അയ്യങ്കാളിയുടെ കഥയിലെ പഞ്ചമി എന്നുള്ള പേരാണ് ഇട്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ജൂൺ മാസത്തിൽ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക, ഒന്ന് ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തിരുവനന്തപുരത്തും പാലക്കാട് ജില്ലയിൽ നമ്മൾ വീടുകളിൽ പോയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹായ് ഫ്രണ്ട് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു പ്രൊജക്റ്റാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം മെൻ്റൽ ഹെൽത്ത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാലഘട്ടത്തിൽ എന്നുള്ളത്. അപ്പോൾ ഒരു നല്ലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കുക, കേൾക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ പുറത്ത് നമ്മൾ ഡെയിലി ബേസിസിൽ വീഡിയോസ് ഇടാറുണ്ട്. നമ്മളെപ്പോഴും ആക്സസിബിൾ ആണ്, വിളിക്കാനും എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കാനും നമ്മൾ ആക്സസിബിൾ ആണ്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ക്ലൈമറ്റ് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. പിന്നെ ബിഗ്നോ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റ് നമ്മൾ ലോഞ്ച് ആയിട്ടില്ല, അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പറയുന്നില്ല. അത് കുട്ടികൾക്ക് ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ എന്താണ്, കുറച്ചുകൂടെ ഇമോഷണലായിട്ട് കുട്ടികൾക്ക് എമ്പതി ഉള്ള കുട്ടികളാക്കി വളർത്തുക എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവരുന്ന ഒരു പ്രൊജക്റ്റാണ്. പിന്നെ എൻ്റെ കടൽ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതിപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡും കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു 6 ബീച്ച് ക്ലീനപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ്. ഗംഭീരം മുന്നോട്ട് പോട്ടെ, ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ നിങ്ങൾക്ക്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പലർക്കും നിങ്ങളുടെ ഒപ്പം കൂടണമെന്നുണ്ടാകും. എങ്ങനെയാണ് അതൊന്നും കൂടി പറഞ്ഞ് നമുക്കൊന്ന് അവസാനിപ്പിക്കാം. വൈഷ്ണവി, എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തേണ്ടത്? നിങ്ങളുടെ ഭാഗമാകേണ്ടത് എങ്ങനെയാണ്? അശ്വതി, സന്തോഷം. റൈസപ്പ് ഫോറം എന്ന് പറയുന്നത് ഒരു വോളണ്ടറി ഓർഗനൈസേഷൻ ആണ്. നമുക്ക് വോളണ്ടറി ബേസിസിൽ തന്നെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയോ ഒക്കെ നമ്മളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ്. ബേസിക്കലി നമ്മൾ വെബ്സൈറ്റിൽ കയറി ഒരു വോളണ്ടിയർ ഫോം ഒക്കെ ഫില്ല് ചെയ്തിട്ടാണ്. അതല്ലാതെ ഇൻസ്റ്റാഗ്രാം വഴിയോ നമ്മുടെ നമ്പർ വെബ്സൈറ്റിൽ വിസിബിൾ ആണ്. അങ്ങനെ പല അവസരങ്ങളുണ്ട് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ. നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാട് ഒരുമിച്ച് പല ഘട്ടങ്ങളിലായിട്ട് വന്നിട്ട് തന്നെയാണ് റൈസപ്പ് ഫോറം എന്ന് പറയുന്ന ഒരു സംഘടന ഇത്ര രസകരമായിട്ട് മുന്നോട്ട് പോകുന്നത്.
തീർച്ചയായിട്ടും റൈസപ്പ് ഫോറം ഇനിയും വളരട്ടെ, ഒരുപാട് പേര് അതിലേക്ക് എത്തട്ടെ. താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും. നിങ്ങൾ അതിൻ്റെ പ്രതിനിധികളാണ്, എല്ലാവരെയും അന്വേഷിച്ചതായി പറയണം. കുഞ്ഞുമക്കളെ പ്രത്യേകിച്ച് ഒരുപാട് മക്കൾക്ക് തണലാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു അശ്വതി. ന്യൂസ് 3 പൂർണ്ണമാകുന്നു. നമസ്കാരം.